സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാരും ഒക്കെ മാറാൻ വേണ്ടി സലാത്തു ലന്നബി വസ്സലാമു അലാ റസൂൽ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്. നൂറെ ഹബീബിന് മുത്തുമണി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മാഷാ അല്ലാഹ്. നമ്മളെ നൂറെ ഹബീബിനെ പട്ടാളം കണ്ടോ? 130 ആളടുത്തുണ്ട്. ഇപ്പൊ നമ്മള് സെലുസ്താടെ ഇതാ കാര്യങ്ങളൊക്കെ സെലുസ്താദ് പറയും. ഞാൻ അമീറല്ല, എനിക്ക് പറയാനുള്ള ഒരു ഇതുമില്ല. ഒക്കെ ഇൻഷാ അല്ലാഹ് അതിന് നമ്മൾ ചുമതലപ്പെടുത്തിയവരെന്ത് ചെയ്യും ഒരു പറയും. അന്നും ഇന്നും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ അമീറായിട്ട് എവിടെ ഇതുവരെ പോയിട്ടില്ല. അള്ളാഹ് നമ്മൾ അമീർ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ജബലു റഹ്മ എന്ന് പറയുന്ന അറഫയിലുള്ള പർവ്വതത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഈ പർവ്വതമാണ് നമ്മൾ ഈ കാണുന്നത്, ജബലു റഹ്മ. അള്ളാഹിൻ്റെ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 1,00,000 സഹാബികളും വന്ന് ഹജ്ജത്തുൽ വദാഇൻ്റെ ദിവസം ഖുതുബത്തുൽ വദാ എന്ന് പറയുന്ന ആ പ്രസംഗം നടത്തിയ സ്ഥലമാണ് ഈ കാണുന്നത്. ഇതിലെ ഏതോ ഒരു പാറക്കല്ലും എന്നുകൊണ്ടാണ് ഹബീബുന ഇങ്ങനെ കട്ടിക്കല്ലേ രണ്ടങ്ങള് കേട്ടോ. കേട്ടോ, ഇത് ഹബീബ ഇതാ അത് കയറല്ലേ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഒക്കെ കാണട്ടോ, ഒക്കെ വേറെ അമീറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണ് ഈ സ്ഥലം കണ്ടങ്ങള്. ഇതാണ് അറഫ അല്ലേ? ഇല്ല അറഫ, ഇതാണ് അറഫ. ഇവിടെ ഹജ്ജിന് വന്നിട്ട് ഇവിടെ വരാത്തവർക്ക് എന്തില്ല, ഹജ്ജ് ഇല്ല. ഉസ്താദ് ചരിത്രങ്ങൾ പറയില്ലേ അല്ലേ? ഇവിടെ ഇത് ആമീ അതിന്റെ മുകളിൽ നമ്മൾ കയറാണ് കേട്ടോ. എവിടെ നമ്മൾ ദുആ ചെയ്യുന്നത്? ഇതാണ് അറഫാട്ട. ഉസ്താദേ, ഇതിന്റെ പവിത്രതിന്റെ കൂടെ പറപ്പിങ്ങൾ പറഞ്ഞു കൊടുക്കി, എല്ലാ കൂടെ പറപ്പിങ്ങൾ പറഞ്ഞു കൊടുക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പ്രകാരം അറഫയിലുള്ള ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ജബലുർ റഹ്മ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്താണ്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജ് കർമ്മമാണ് ചെയ്തിട്ടുള്ളത്. ആ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഇവിടെ വന്ന സമയത്ത് ലക്ഷക്കണക്കിന് സഹാബികളും നബിയുടെ കൂടെ മദീനയിലേക്ക് നബിയുടെ കൂടെ ലക്ഷക്കണക്കിന് സഹാബികളും നബിയോടൊപ്പം എന്തുണ്ടായിരുന്നു? ഈ കാണുന്ന പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് വന്നുകൊണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വെച്ചുകൊണ്ട് ഹജ്ജത്തുൽ വദാഇന്റെ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, യതീമക്കൾക്ക് വേണ്ടി. യതീമക്കളൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, യതീമക്കളൊക്കെ നമ്മളെ കൈയോട് ഒപ്പം ചേർത്ത് പിടിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ടുകൊണ്ട് അത് നമ്മൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയത്തുട്ടുകളും അത് അർഹിക്കുന്ന വിധം ചെലവഴിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അതൊക്കെ പ്രഖ്യാപിച്ചത് ആരാണ്? മഹാനായ റസൂലുള്ളാഹി കാണുന്ന ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് റസൂലുള്ള പ്രഖ്യാപിച്ചത്. ഇവിടെ ലക്ഷക്കണക്കിന് സഹാബത്തോടെ ഒരുമിച്ച് കൂടി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ കാണുന്ന
ആളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ ആയത്ത് ഇറങ്ങിയ സ്ഥലമാണ് ആ കാണുന്ന, അതിന്റെ മുകളിലേക്ക് ഇൻഷാ അല്ലാഹ് ആ കാണുന്ന പർവ്വതമാണ് ജബലുർ റഹ്മ. ഇതിന്റെ മുകളിലാണ് ആയത്തിറങ്ങിയത്. ഇവിടെ വെച്ചുകൊണ്ടാണ് ആയത്തിറങ്ങിയത്. ഇന്നേ ദിവസം ദീനിനെ നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി തന്നു. സഹാബത്തിനോട് പിന്നെ നിങ്ങൾ സാക്ഷിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും സാക്ഷിയാണെന്ന് പറയപ്പെട്ട ആ സ്ഥലമാണ്. മാത്രമല്ല അബലകൾക്ക്, പാവപ്പെട്ടവർക്ക്, യതീം മക്കൾക്ക്, സ്ത്രീകൾക്ക് ഒക്കെ പ്രത്യേക പദവി ഇസ്ലാം കൊടുക്കുന്നുണ്ട്. അതൊക്കെ പ്രഖ്യാപിച്ച ആ നയപ്രഖ്യാപനം നടത്തിയ, ഇസ്ലാമിൻ്റെ നയപ്രഖ്യാപനം നടത്തിയ ആ പർവ്വതം കൂടിയാണ് ഈ ജബലുർ റഹ്മ എന്ന് പറയുന്ന പർവ്വതം. അവിടേക്കാണ് സാധുക്കളായ നമ്മൾ എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയൊക്കെ വരാനും ഇതൊക്കെ കാണാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നൂറെ ഹബീബെ സംഘം ഇതാ എല്ലാ 100ഓളം വരുന്ന സംഘം ഇൻഷാ അല്ലാഹ് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ആ പർവ്വതത്തിന് ഈ കാണുന്നതായിരിക്കുന്ന ചുറ്റുഭാഗത്ത് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ അറഫ ഭൂമിയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ധാരാളം ആളുകൾ വന്നുകൊണ്ട് ഈ ഹജ്ജിൻ്റെ ദിവസം ഈ കാണുന്ന പർവ്വതം മുഴുവനും ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അവർ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ദോഷങ്ങൾ പൊരുത്തപ്പെടാനായി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഈ അറഫയിലുള്ള ജബലുർ റഹ്മയുടെ താഴ്ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ചെറിയ പർവ്വതമാണ്, കയറാനും സുഖമാണ്. അള്ളാഹു തആല അതിൻ്റെ മുകളിൽ കയറാനും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒന്ന് പറഞ്ഞു اطلعي يا ستي الجبل عادي. സഹാബത്ത് കണ്ണീരൊലിപ്പിച്ച സ്ഥലം. കോടിക്കണക്കിന് മുഅ്മിനീങ്ങളെ ഹജ്ജിന്റെ ദിവസം വന്നുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാണ് ദോഷങ്ങൾ പൊറുക്കപ്പെട്ടവരായി തിരിച്ചുപോയ സാധുക്കളായ നമ്മൾ നൂറെ ഹബീബെ സംഘടനയ്ക്ക് يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق إلى صراطك المستقيم وعلى آله حق قدره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم ناصر الحق بالحق إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق. صلاة الإبراهيمية أفضل كما علمنا النبي صلى الله عليه وسلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آله. هذه سنة إن شاء الله. أما الأخرى إن شاء الله خير جدا. إن شاء الله. السلام. نحبكم. ما شاء الله. اجتهدوا إن شاء الله. إن شاء الله. ما شاء الله. ما شاء الله. اللهم صل على سيدنا അല്ലാഹുവേ കൈകാൽ കുഴഞ്ഞു മക്കളെ. സയ്യിദിനാ അല്ലാഹുവേ അല്ലാഹുവേ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم ناصر الحق. الله നമ്മ റസൂൽ അത്ര അല്ലേ അല്ലാ ഫുള്ള് കൊത്തി പിടിച്ച് കയറി സ്റ്റെപ്പില്ല സ്റ്റെപ്പ് പറഞ്ഞല്ലേ 2 ദിവസമല്ലോ മസ്ജിദിന്റെ നിറം
مسجد نمرة حجنا നമുക്ക് ഒരു വർഷം ജമ്മു കശ്മീർ സ്കീമേ അതല്ലേ 4 ലക്ഷം പേർക്ക് ഒരുമിച്ച് സ്കീമേ അവിടെ ആ പള്ളി ആ മിനാരം മസ്ജിദ് നമീർ മസ്ജിദ് നിമറ എൻ്റെ കൂടെ പറപ്പിങ്ങളെ അള്ളാഹു നമീറ ഇവിടെ കാണണ്ടേ മസ്ജിദ് നമീർ അല്ലേ 4 ലക്ഷം ആൾക്കില്ലേ ഒരേ സമയം ഒരേ സംസ്കരിക്കാൻ കഴിയുന്നു. ഒരു വർഷം ജമ്മു കശ്മീർ ജമ്മു മുഫ്തി ഇവിടെ വെച്ചുകൊണ്ടാണ് ഹജ്ജിന്റെ ദിവസം കുത്തുബ നടത്താൻ. അതിന്റെ പകുതി ഭാഗം ഇറക്കുന്നത് പകുതി ഇറക്കുന്നത് പുറത്താണ് നിൽക്കുന്ന സ്ഥലമാണ്. സാറല്ല അള്ളാഹു ആഫിയത്ത് അറിയാം അള്ളാഹു തരട്ടെ. ഇവിടെയൊക്കെ വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എല്ലാവരും. മാഷാ അല്ലാ എല്ലാവരും ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാ നമുക്ക് എൻ്റെ കൂടെ പറപ്പിങ്ങളൊക്കെ കുഴങ്ങി. എല്ലാവർക്കും ദുആണ്ട് കേട്ടോ. നമ്മൾ അടുത്ത് വെച്ച് ദ്വാരക്കും കേട്ടോ. ഇതാണ്ട് നിങ്ങൾ അറഫാ സംഘം ഇതാണ്ടോ ഇവിടെയാണ് അറഫയുടെ സ്ഥലം മൊത്തം കേൾക്കുന്നു. അറഫയില് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. നിങ്ങൾ പറയും ഞാനല്ല അമീറങ്ങളല്ല നിങ്ങൾ പറഞ്ഞെടുക്കും. ബഹുമാനികളെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജബലുർ റഹ്മയുടെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന സ്ഥലങ്ങളിൽ മഞ്ഞ ബോർഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ആ ബോർഡുകളൊക്കെ അറഫയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ ഹജ്ജിൻ്റെ ദുൽഹജ്ജ് 9-ന്റെ ദിവസം ധാരാളം ആളുകൾ വന്നുകൊണ്ട് അവിടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവരായി തിരിച്ചു പോകുന്ന സ്ഥലമാണ്. അള്ളാഹു നമുക്കും അതിലൊന്ന് വരാനും ഇവിടെ വെച്ചുകൊണ്ടൊക്കെ ഹജ്ജിൻ്റെ ദിവസം ഒന്ന് ദുആ ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അതിനു വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ നൂറെ ഹബീബ സംഘം അൽഹംദുലില്ലാ എല്ലാവരും ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ചെറിയ പർവ്വതമാണ്, റസൂലുള്ള എന്ന സ്ഥലമാണ്. അതുപോലെ സ്ഥലത്തൊക്കെ വരാനും നമുക്ക് ഇതൊക്കെ കാണാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ ഒരു ഹജ്ജിൻ്റെ തിരക്കാണ്. ഇവിടെ ഭാഗത്തൊക്കെ നോക്കിയാൽ നല്ല ആളുകളുണ്ട്. ഇവിടെ പിന്നെ ജബലുർ റഹ്മയിലും നല്ല ആളുകളാണ്, നല്ല തിരക്കാണ്. ഇവർക്കൊക്കെ ഇവിടെ വരാൻ ഈ ലൈവ് കാണുന്നവർക്കും നൂറെ ഹബീബെ ലൈവ് മജ്ലിസിൽ സ്ഥിരമായി ഇരിക്കുന്നവർക്കൊക്കെ ഈ പുണ്യഭൂമിയിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അറഫയുടെ ജബലു റഹ്മ എന്ന പർവ്വതത്തിൻ്റെ മുകളിലാണ്. ഇവിടെ വെച്ചുകൊണ്ടാണ് അൽ യൗമ അക്മൽതു ലക്കും എന്ന് പറയുന്ന ആ ആയത്ത് ഇറങ്ങിയ സ്ഥലമാണ്. ആ സ്ഥലമാണ് നമ്മളുടെ ഈ മുമ്പിൽ കാണുന്ന ഈ പർവ്വതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വരാനും ഇതൊക്കെ കാണാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഇവിടെ വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ, ഇതാണ് ജബലുർ റഹ്മ എന്ന് പറയുന്ന പർവ്വതം. ഇവിടെ അതിൻ്റെ അടയാളമായ ഒരു സ്തൂപമുണ്ട്. ആ സ്തൂപമാണ് നമ്മൾ ഈ കാണുന്നത്. ധാരാളം ആളുകൾ ഇവിടെ വെച്ചുകൊണ്ടാണ് ആയത്ത് ഇറങ്ങിയതെന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. ധാരാളം ആളുകൾ ഇവിടെ വരികയും അതുപോലെ തന്നെ ഇവരൊക്കെ ഇവിടെ ഒന്നുകൊണ്ട് അറഫയിൽ സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ധാരാളം ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അല്ലാഹു നമുക്കൊക്കെ ഇവിടെ വരാനും ഇവിടെ കാണാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي صراطك المستقيم وعلى آله حق قدره ومقداره العظيم. മുത്തോളികൾക്ക് എല്ലാവർക്കും വരാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. ബഹുമാനികളെ, പറഞ്ഞ പ്രകാരം
ഇവിടെയൊക്കെ ധാരാളം ആളുകൾ ഇവിടെയൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമുക്കൊക്കെ അതിലൊരു കണ്ണികളാവാൻ അപ്പം സൗകര്യം അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്ത് 130ഓളം പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ ഒരുമിച്ച് ഈ ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം ഈ മലയിൽ നിന്ന് ഇറങ്ങി അല്പസമയത്തിനകം ഇവിടെ വെച്ചുകൊണ്ട് അറഫയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള ദുആ നടക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. ധാരാളം ആളുകൾ ലൈവിലൂടെ ആളുകളൊക്കെ കാണുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അടിയിൽ വെച്ച് വേണ്ടെന്ന് പറഞ്ഞു. ദ്വാ ഉണ്ടിട്ട് നമുക്ക് താഴെ വെച്ചിട്ട് ദ്വാ ഉണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. ഇത് ഇതിന്റെ ചരിത്രം പറഞ്ഞിടത്താണ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. നിവരി താഴത്തേക്ക് ഇനി എല്ലാവരും പേര് നൂറെ ഹാപ്പിന്റെ മുത്തമണികൾ പേര് ഇനി എല്ലാവരും താഴെ ദുആ ചെയ്യട്ടോ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. അല്ലാഹ് പ്രായമായവരൊക്കെ കയറണേ, നമുക്ക് നിർബന്ധം അവിടെ കയറല്. കയറിയിട്ട് വരും, ഒന്ന് കയറിയിട്ട്. വെള്ളം വേണോ? വെള്ളം ഉണ്ടോ? നിങ്ങൾ കയറിയോ? വെള്ളമില്ല ആരെങ്കിലും ഒന്ന് കയറിയിട്ട് നമുക്ക് ഇറങ്ങാം. അൽഹംദുലില്ലാഹ്. ഇല്ല اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم على آله. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. اللهم ഇതാണ് അറഫാട്ടോ. നോക്കാം നിങ്ങൾ ഉണ്ടോ? എൻ്റെ നൂറെ ഹബീബിൻ്റെ മുത്തമണികൾക്ക് ഇവിടെ വരാനും ഇവിടെ കാണാനും ഇവിടുന്ന് ദുആ ചെയ്യാനും ആ ദുആയിലൂടെ നാളെ സ്വർഗം കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നൽകണം. اللهم صل على سيدنا محمد الفاتح لما أغلق മെല്ലെ ഇറങ്ങിയാൽ മതി. اللهم صل على سيدنا محمد أغلق والخاتم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره. ഈ കയറ്റം കയറിയപ്പോൾ പനിയൊക്കെ മാറി. പനിയൊക്കെ നല്ല ചുമക്കുന്നുണ്ട്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا. നമ്മൾ പോയപ്പോൾ എല്ലാവരും വരും വേണ്ടല്ലേ?
اللهم صل على سيدنا അപ്പം നമ്മൾ കാലിലൂടെ ചവിട്ടാൻ പാടില്ല. ഒരുപാട് പാറകളുണ്ട് ഇവിടെ. അത് ഇവിടെയൊക്കെ റസൂലുള്ളാഹി തങ്ങളും ഏത് പാരമ്പര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. നമ്മളെ കാലങ്ങാനും തട്ടിയാൽ അത് ഉപകാരമാവും. അല്ലാഹുവേ കൂടപ്പറപ്പിങ്ങൾക്ക് നീ ഖൈറ് നൽകണം. ആ ദുആ മാത്രമേ ഉള്ളൂ. നമ്മളെ ഏറ്റവും മുതൽ മക്കളെ നമ്മളതേ ഉള്ളൂ കേട്ടോ. ആയിക്കോട്ടെ, അതൊന്നും സാരല്ലടോ. മെല്ലെ നേരെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. അല്ലാഹുവേ ഞങ്ങളെ മുറാദൊക്കെ ഹാസിലാക്കിക്കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ മുറാദ് ഹാസിലാക്കിക്കൊണ്ട് اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق هادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد فاتح لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. അടങ്ങാറാക്കണ്ട, മെല്ലെ എല്ലാം ഇറങ്ങാറാ. اللهم صل على سيدنا വയനാടാണുള്ളത്. അല്ലാഹു നിങ്ങളതിൻ്റെ മുകളിൽ കയറിയോ? പൈസ ചില്ലറ കിട്ടിയില്ല. ഇപ്പം തീരുമാനം തരത്തില്ലേ മാക്ക് ഉസ്താദേ. اللهم صل على سيدنا محمد الفاتح لما أغلق. പിന്നെ ഉമ്മാക്ക് പൈസ ഇതായി കിട്ടിയിട്ടില്ല, അവിടെ കൊടുക്കൊണ്ടിട്ടാ. اللهم صل على سيدنا محمد الفاتح لما أغلق. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق. അങ്ങോട്ട് പോ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. നമ്മളെ പോലെ ഇവിടെ
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق راحت നിങ്ങൾക്ക് ഇന്റെ അമ്മമാരെ ഇതൊക്കെ നിങ്ങള് ഒരു മകനെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ദ്വാരക്കാണ്. അല്ലാഹുവേ ഇവലാണ് എന്റെ ദ്വാ, ഇവലാണ് എന്റെ ആയുധം. എന്തിനാ ഞാൻ പേടിക്കുന്നത്? ഇവരെ ദ്വാ ഉണ്ടല്ലോ അല്ലാഹുവേ, ഇമ്മമാരെ ദ്വാ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അല്ലേ? آمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره. നോക്കാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ ഇല്ലേ ഉസ്താദേ? നമ്മൾ മറ്റേ കൂടെ പറപ്പിങ്ങളോ അവിടെ തുറക്കുന്നു. അവിടെ اللهم صل على سيدنا محمد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. അള്ളാഹുവേ, ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ സ്വീകരിക്കണമല്ലോ. നൂറെ ഹബീബിൻ്റെ മുത്തുമണികൾ പാവങ്ങളാണ്, ഒരുപാട് വിഷമങ്ങളുള്ളവരാണല്ലോ. ഞങ്ങളെ നൂറെ ഹബീബിൻ്റെ മുത്തുമണികളെ എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണമല്ലോ. അള്ളാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് കാണുന്ന എൻ്റെ കൂടെ പറപ്പീങ്ങളാണല്ലോ, അവരെ കൽവിൽ ഒരുപാട് മുറാദുണ്ട് റബ്ബേ. അവരെ മുറാദൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണമല്ലോ. അള്ളാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ ബഹുമാനിക്കുന്ന ഒരുപാട് കൂടെ പറപ്പീങ്ങളുണ്ട് അല്ലാ. ഒരുപാട് ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, അനുജന്മാരുണ്ട്, അനുജത്തിമാരുണ്ട്. എല്ലാവരും സങ്കടങ്ങളും മാറ്റിക്കൊടുക്കണമല്ലോ. ഈ മജ്‌ലിസ് കാണുന്നവർക്ക് നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണം അല്ലാ. അല്ലാഹുവേ, നീ റാഹത്ത് നൽകണം അല്ലാ. ഇവിടെ എല്ലാവർക്കും ഇവിടെ എത്താനുള്ള ഭാഗ്യം നൽകണം അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലാ. അവർക്ക് നീ സ്വാലിഹായ മക്കളെ നീ കൊടുക്കണം അല്ലാ. വീടില്ലാത്തൊരുപാട് ആളുണ്ട് റബ്ബേ, അവർക്ക് വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലാ. ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലാ. ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണം അല്ലാ.
ഞങ്ങളെ പേരമക്കളെ നന്നാക്കണം അല്ല. ഒരു കല്ലിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും ഫോണിനും അടിമകളാക്കല്ലത്. നൂറെ ഹബീബിൻ്റെ മജ്ലിസിനെ ഉയരങ്ങൾ എത്തിക്കണം അല്ലാഹുവേ. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം അവിടുത്തെ പേരമക്കളോട് കാണിക്കുന്ന നൂറെ ഹബീബിൻ്റെ മുത്തുമണികളാണ്. റസൂലുള്ളാഹിൻ്റെ കൂടെ നാളെ സ്വർഗത്തിൽ കടക്കാൻ അവർക്കും ഞങ്ങൾക്കും ഈ ഭാഗ്യം നൽകണം അല്ലാഹുവേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും മുറാദിനെ മനസ്സിലാക്കി കൊടുക്കണല്ല. ഇവിടെ വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഇവിടെ വരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ദോഷങ്ങളൊക്കെ പൊറുക്കണമല്ലാ. സോനേ എൻ്റെ നൂറെ ഹബീബിൻ്റെ ഒരുപാട് ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അനുജന്മാരുണ്ട്, കൊച്ചു പെങ്ങന്മാരുണ്ട്, കൊച്ചു അനുജത്തിമാരുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണല്ലോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അർശിൻ്റെ തണലിട്ട് കൊടുക്കണമല്ല. അറഫയിൽ വെച്ചുകൊണ്ട് ദ്വാരിക്കാണല്ലോ. വെറുതെയാക്കില്ല റബ്ബേ, നീ വെറുതെയാക്കില്ല റബ്ബേ. എൻ്റെ നൂറെ ഹബീബിൻ്റെ മുത്തുമണികൾ സമാധാനം നൽകണമല്ലോ. എൻ്റെ വിജയത്തിരുപാട് പെരിയത്തി മക്കളെ സഹായിച്ചവരുണ്ട, പാവപ്പെട്ടവരെ സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണം, അർഹമായ പ്രതിഫലം നൽകണമല്ലോ. ഞങ്ങളെ മനസ്സിലാഗ്രഹമുണ്ടൊരു കോളേജ് തുടങ്ങാൻ, ദർസ് പഠിപ്പിക്കുന്ന മക്കളെ ഇൽമ പഠിപ്പിക്കാൻ. അല്ലാഹുവേ അതൊക്കെ ഞങ്ങൾക്ക് സാധിപ്പിച്ചുകൊണ്ട് റാഹത്ത് നൽകണമല്ലോ. ഒരുപാട് പേര് വേട്ടയാടി സുബ്ഹാനല്ലാഹ്, അവർക്കൊക്കെ നല്ല ഖൽബ് നൽകണം. രോഗം തന്ന് പരീക്ഷിക്കല്ല റബ്ബേ, രോഗം തന്ന് പരീക്ഷിക്കില്ല. സമാധാനം നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ, ബറക്കത്ത് നൽകണമല്ലോ. അല്ലാഹുവേ സമാധാനം നൽകണമല്ലോ. നൂറെ ഹബീബിൻ്റെ മജ്ലിസ് കാണുന്ന കൂടെ പറപ്പീങ്ങളുണ്ട്. നരകം അവർക്ക് ഹറാമാക്കണം അല്ലാഹുവേ, നരകം അവർക്ക് ഹറാമാക്കണം. സ്വർഗം അവർക്ക് നീ വാജിബാക്കണം അല്ലാഹുവേ. ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകണമല്ല, സന്തോഷം നൽകണമല്ല, സമാധാനം നൽകണമല്ല. ദാരിദ്ര്യം ഞങ്ങൾക്ക് തരല്ല അല്ലാ, പട്ടിണി ഞങ്ങളെ കടത്തല്ല റബ്ബേ. അല്ലാഹുവേ ദീനിൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തണം അല്ലാ, ദീനിൻ്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം അല്ലാ. അല്ലാഹുവേ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം നൽകണമല്ല. അല്ലാഹുവേ ഒരുപാട് പേര് പ്രവാസികളാണ്, മക്കൾ പ്രവാസികളാണ്, ഭർത്താക്കന്മാർ പ്രവാസികളാണ്, മരുമക്കൾ പ്രവാസികളാണ്, പേരമക്കൾ പ്രവാസികളാണ്. ഈ മജ്ലിസ് കാണുന്ന പലരും പ്രവാസികളാണല്ലോ. അവരെ ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. സമാധാനം നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ, ബറക്കത്ത് നൽകണമല്ലോ. ഒരുപാട് പേരെൻ്റെ കൂടെ ഉംറ ചെയ്തിട്ടുണ്ട് റബ്ബേ. ഉംറ നീ സ്വീകരിക്കണേ അല്ലാ, അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലോ. ഒരുപാട് പേര് ഖബറിലാണല്ലോ. എല്ലാവരും ഖബർ നീ വിശാലമാക്കി കൊടുക്കണമല്ല, എല്ലാവരും ഖബർ നീ വിശാലമാക്കി കൊടുക്കണമല്ല, എല്ലാവരും ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണമല്ല, ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണമല്ല, സമാധാനം നൽകണമല്ല, സന്തോഷം നൽകണമല്ല, ബറക്കത്ത് നൽകണമല്ല. എല്ലാ ബലാലും മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണം അല്ലാഹുവേ. ഞങ്ങളെ കണ്ണുനീര് സത്യമാണ് അല്ലാ, എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാ. മുമ്പ് ഞങ്ങളെ കൂടെ ഉംറയ്ക്ക് വന്നവരുണ്ട്, എല്ലാവരും ഉംറയും നീ സ്വീകരിക്കണം, എല്ലാവരും ഉംറയും നീ സ്വീകരിക്കണം അല്ലാ. ആഫിയത്ത് നൽകണമല്ലാ. നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഉംറ ചോദിച്ചിൻ്റെ മാക്കല്ല അല്ലാ. ശത്രുക്കളെ ഷർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ല,
ലോകത്തുള്ള ഷർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ലോ. സമാധാനം നൽകണം അല്ലാ, സന്തോഷം നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഖൽബ് നന്നാക്കണം അല്ലാ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണം അല്ലാ. സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ടവരെ ഖബർ വിശാലമാക്കണം അല്ലാ. മരണപ്പെട്ടു പോയപ്പോഴെ ഖബർ വിശാലമാക്കണം അല്ലാ. അല്ലാഹുവേ സമാധാനം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഒരു 40 ആളും പാടെ വരാണ്ട്. ഇനി കൂട്ടായിട്ടൊരു ദുആ ഉണ്ട്, മനസ്സിലായില്ലേ? 40 ആളും പാടെ. അപ്പോൾ അത് ഷിഹാബിനിക്ക് വീൽ ചെയറൊക്കെ ഉള്ളല്ല ഒരു മെല്ലെ വരുന്നത്, മനസ്സിലായില്ലേ? കേട്ടാ ദണങ്ങൾ ഒരു ഇബ്ലീസ് കണ്ട പഠിപ്പിച്ച ഉപ്പാണ്, പഠിച്ച ഉപ്പാണ്. മാഷാ അല്ലാ അല്ലേ? ദുനിയാവ് അങ്ങനെയാണ്, ദുനിയാവ് അങ്ങനെ. ഓനിപ്പോൾ അതിൽ എഴുതി എന്താ പോയിക്കൊണ്ട് മെച്ചല്ലേ നാളെ ആഖിറത്തിലേക്ക്. ഇതാണ് അള്ളാഹു അതിനായിട്ട് പടച്ച ആളുകളാണ്, അള്ളാഹു അതിനായിട്ട് പടച്ച ആളുകളാണ്. ഡബ്ബർ പന്ത് പോലെയാണ്, എറിയും തോറും നമ്മൾ അള്ളാഹു ഉയർത്തണം. അള്ളാഹു എന്നോ അങ്ങനത്തെ നിലനിർത്തണം അല്ലേ? ആരെന്താ പറഞ്ഞിട്ടെന്താ? മാഷാ അല്ലാ അള്ളാഹു അല്ലേ? അതെ, ആര് താഴ്ത്തി കെട്ടിയാലും അള്ളാഹു എന്താകട്ടെ താഴ്ത്താതിരിക്കട്ടെ അല്ലേ? കിബർ അള്ളാഹു തരാതിരിക്കട്ടെ, ഹസദ് അള്ളാഹു. ഓലെവിടെത്തി? അന്ന് നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ തുടങ്ങി അല്ലേ? അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാ 40 ആൾ നമ്മളെ എല്ലാവരും നൂറെ ഹബീബ നോക്കണം. കാരണം എല്ലാ മക്കളും നൂറ് ഹബീബാണ്. ഇപ്പൊ 40 ആളും മറ്റേ ബസ് ഇവിടെ എത്താറേക്കും അവരും കൂടെ വന്നിട്ട് ഇവിടുന്ന് നടക്കണേ. ഇതപ്പം കുറച്ച് സ്ഥലത്തിൽ ഫാത്തിഹ നമുക്ക് ഈ പുണ്യ ഭൂമിയിൽ നമുക്ക് ഇനി ഇവിടെ എത്താൻ ഹജ്ജിന്റെ കർമ്മത്തിൽ ഇവിടെ എത്തണം. അതിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ് ഹജ്ജ് ഉംറ ചെയ്യുക. ഉംറ നമ്മൾ നിർവഹിച്ചു, ഇനി ഇതുപോലെ നമുക്ക് ഹജ്ജിനും വരാൻ അല്ലാഹു തൗഫീഖ്. ആമീൻ ആമീൻ യാ റബ്ബ്. സലാത്തുൽ ഫാത്തിഹ ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
اللهم صل على سيدنا محمد فاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد فاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد فاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد فاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد خاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق وناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد فاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم على آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد فاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد فاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد فاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. നമ്മൾ ദ്വാരക്കാൻ 40 ആളിമ്പായിട്ടോ 40 ആളിമ്പാടെ കാത്തിക്കാണ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹും ഇതാണങ്ങൾ ഇതൊക്കെ ഇന്തോനേഷ്യയാണ്. ആ കാണുന്നതൊക്കെ ഇന്തോനേഷ്യ ഇതുണ്ടെങ്കിൽ ഓരോരോ കൂട്ടം കണ്ടെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന
محمد الفاتح لما أغلق കണ്ടങ്ങള് والخاتم لما سبق ناصر الحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لمغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لمغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لمغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا دعاء يا مكلا والخاتم لما سبق
ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളെ കൂടെ 130 അടുത്ത ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിൽ 40 ആളുകൾ നമ്മൾ വീൽചെയർ ഷിഹാബ് അതാ ലൈവിൽ കാണുന്നുണ്ട്. ഷിഹാബ് അവിടെ എത്താനായോ 40 ആളുകൾ യാത്രയിലാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല ഷിഹാബ് ഉള്ളിൽ കയറിയോ? പോലെ അതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ വല്ല റൂട്ട് നമ്മൾ ഇവിടെ കാത്ത് പുറത്താന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യാ അറിയാം, ഒരു 33 കുല്ലുഹു അല്ലാ. സിയാബ് ബസ്സില, സിയാബിന് ഇറക്കിയില്ല, ഞാനാണ് തള്ളിക്കൊടുന്നേനു. അതാണ് നമ്മൾ സിയാബ് ഇൻഷാ അല്ലാഹ് നൂറെ ഹബീബിൻ്റെ ഇത് 3ാമത്തെ പട്ടാലാണ്. അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്താട്ടോ. അൽഹംദുലില്ലാഹ്. ഇനി ജനുവരിക്ക് പാല് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എൻ്റെ കൂടപ്പറപ്പിങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എൻ്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് തന്ന നിഅമത്താണ്. ഞാൻ മരിക്കോളം ഒരു ഫാത്തിഹ ഞങ്ങൾക്ക് ഉണ്ടാവും. മുണ്ടരുത്. ഈ ഉസ്താദന്മാരൊക്കെ ഉണ്ടാവും, നിങ്ങൾ വർത്താനം പറയാം കേട്ടോ. മലയാളം നെഹി. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മളെ പട്ടാള വരുന്നുണ്ടോ? അവിടെ നിന്ന് അപ്പോൾ ഷാബിലേ ഉണ്ടല്ലോ അല്ലേ. താലാൽ ബദ്ർ പാടി സ്വീകരിക്കല്ലേ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. താലൽ ബദ്റു അലൈനാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എൻ്റെ പട്ടാളം ഇതാണ് നൂറെ ഹബീബിൻ്റെ പട്ടാളം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കണ്ടോ എൻ്റെ ഉമ്മ. അള്ളാഹു എത്ര വയസ്സായി? 75 വയസ്സാ. പക്ഷെ നമ്മളെന്താ അറിയോ, നമ്മളെന്താ പറയണറിയോ, ഒരുപാട് ഇടങ്ങേറായിട്ടാണ് നമ്മൾ എല്ലാത്ത പൈസയൊക്കെ ചിലവാക്കി വന്നതാ. അപ്പോൾ നമ്മൾ പോലെ മെല്ലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇവർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് അള്ളാഹു കൊടുക്കട്ടെ, സന്തോഷം അള്ളാഹു കൊടുക്കട്ടെ. ഓക്കെയാണ്. എവിടെ നോക്കിയാലും നൂറാബിന് മക്കനേ ഉള്ളൂ. എവിടെ നോക്കിയാലും അൽഹംദുലില്ലാഹ്. നോക്കിയാൽ നിങ്ങൾ അള്ളാഹു തന്ന നിഅമത്താ. റബ്ബ് എന്ത് ചെയ്യട്ടെ. ഉമ്മ എത്ര വയസ്സായി ഉമ്മക്ക്? ഇല്ല, നോക്കാൻ നിങ്ങൾ അള്ളാഹു ആഫിയത്ത് അള്ളാഹു കൊടുക്കട്ടെ. ഓൽക്കൊന്നും വയ്യ ഇൻഷാ അല്ലാഹ്. പക്ഷെ നമ്മൾ ബസ് വണ്ടി ഇരുന്നപ്പോഴേ ഞാൻ പറഞ്ഞു വണ്ടി ഇരിക്കാൻ പറ്റൂല, ഞങ്ങൾ കൊണ്ടുവരും എന്നെ വേണമെന്ന് പറഞ്ഞു. അള്ളാഹു നമുക്ക് എന്ത് ഈ നടത്തം അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യം അള്ളാഹു തെറ്റേട്ടോ. പെൻഷൻ അതുമായിരിക്കല്ലേ. ഞങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കണോ? ഇനി മുല കയറുണ്ടെങ്കിൽ അല്ലേ, എന്തായാലും കയറും. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഉമ്മാക്ക് ഇരിക്കണോ? മല കയറി ഇപ്പൊ അവിടെ ഇരുത്തണം. അവിടെ നിന്ന് ദ്വാരിക്കണം. എന്നാൽ അവിടെ ഇരിക്കണോടൊക്കെ ഇരിക്കും ചെയ്യാം. നമ്മളമ്മാരല്ലേ അവരെ ഇടങ്ങാറാക്കാൻ. നേരം പോയി സബൂറായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. 130ഓളം വരുന്ന സംഘം, 130ഓളം വരുന്ന സംഘമാണ് ഈ കാണുന്നത്. നൂറെ ഹബീബ് അറഫയിൽ സംഗമിച്ചിക്ക. അറഫാ സംഗമം എന്നൊക്കെ കേട്ടിട്ടില്ല. ആ അറഫയിലുള്ള സംഗമമാണ്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും റാഹത്താണ്. അൽഹംദുലില്ലാഹ്. ഉംറകളൊക്കെ പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ദുആ ചെയ്യാണ്. എന്താ ഒരു കാര്യം പറയും, ഇതൊക്കെ കാണുമ്പോൾ പല ആളുകൾക്കും എന്താവും, പല വിഷമങ്ങളും ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ഈ ഇങ്ങനെ ഒരുപാട് കൂട്ടം കാണുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന നിഅമത്താണ്. അള്ളാഹു മരണം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ ഉംറയൊക്കെ നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഉംറ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ നാളെ മരിച്ചു പോയി നിങ്ങളൊക്കെ എന്താ ഈ ഉംറ നമുക്ക് എന്ത് ചെയ്യണം, സ്വർഗം കിടക്കാൻ ഒരു കാരണമാകണം. ഞങ്ങളിത് ഉസ്താദന്മാർ അമീറന്മാരുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും വലിപ്പം ഇതിൽ എന്ത് വിഷമം എന്നാലും ചോദ്യം നൂറാബി തങ്ങളോടായിരിക്കും.
അപ്പോൾ നാളെ റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് ചോദ്യചിഹ്നം വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്തത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ വസിൽ വബല്ലിഗ് മിത്ല സവാബി മാ ഖറഅനാഹു وما صليناه وما سلمناه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى وربنا محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحرمنا رؤيته وأوردنا وضع المورود. أرحم الراحمين ربي ഞങ്ങളെ യാത്ര നീ സ്വീകരിക്കണം. ഞങ്ങൾ ഒരുപാട് ദൂരത്തുനിന്ന് ഒരുപാട് പ്രതീക്ഷയോടെ വന്നവരാണ്. ഞങ്ങൾ ഉംറ നിയ്യത്ത് വെച്ച് വന്നവരാണ് റബ്ബേ. ഞങ്ങളെ ഉംറ നീ സ്വീകരിക്കണം അല്ലാഹ്. തുടക്കം മുതൽ നിയ്യത്ത് വെച്ച് ഇതുവരെയുള്ള എല്ലാ നിയ്യത്തുകളും നീ സ്വീകരിക്കണം അല്ലാഹ്. റാഹത്ത് നൽകണം അല്ലാഹ്, ബറക്കത്ത് നൽകണം അല്ലാഹ്. ആഹുവേ നൂറെ ഹബീബിന്റെ മുത്തുമണികളെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. ആഹുവേ ഇവിടെ ഒരുമിച്ച് കൂടി അവർക്ക് സന്തോഷം നൽകണം അല്ലാഹ്, സമാധാനം നൽകണം അല്ലാഹ്. അല്ലാഹുവേ മുമ്പ് ഞങ്ങളെ കൂടെ ഉംറ ചെയ്തവർ ഉംറയും നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഉംറയ്ക്ക് വരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹമുണ്ട് റബ്ബേ. സാമ്പത്തികമായ പ്രയാസമുള്ളവരാ, വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് മുറാദുണ്ട് റബ്ബേ, നീ ഹാസിലാക്കിക്കൊണ്ട് റബ്ബേ അല്ലാഹ് ഈ ദുആക്ക് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലാഹ്, ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണം അല്ലാഹ്, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളെ പേര് മക്കളെ നന്നാക്കണം അല്ലാഹ്, ഞങ്ങളെ ഭാര്യമാരെ നന്നാക്കണം അല്ലാഹ്. അവരെ കല്ലിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും എപ്പോഴും അടിമകളാക്കല്ല റബ്ബേ. ഞങ്ങളെ ഭാര്യമാർക്ക് നല്ല ഖൽബ് നൽകണം അല്ലാഹ്. ഒരുപാട് കുടുംബങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട്, അവരെ ഒരുമിപ്പിക്കണം അല്ലാഹ്. ഉംറയ്ക്ക് വരുന്ന സമയത്ത് പോലും ഞങ്ങളെ കൂട്ടത്തിലൊരുമ്പ സങ്കടത്തോടെ പറഞ്ഞു, എന്റെ മകനൊക്കെ അവളെ ഭാര്യ വേണ്ടാതെ തങ്ങളിപ്പോ ദ്വാരിക്കണം. ഒരുപാട് മുറാദുള്ളവരാണ് റബ്ബേ. എല്ലാ മുറാദും യാസിലാക്കി കൊടുക്കണം അല്ലാഹുവേ. അറഫയിൽ വെച്ച് ഞങ്ങൾ ദ്വാരിക്കണം അല്ലാഹുവേ, ഞങ്ങളെ ദുആ സ്വീകരിക്കണം. ഒരുപാട് പേര് രോഗികളാണ്. തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ലവരുടെ രോഗങ്ങളാണ്. ശിഫ നൽകണം അല്ലാഹ്, കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ലേ. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ല അല്ലാഹ്, ഞങ്ങളെ ഭാര്യമാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കില്ല റബ്ബേ. ഒരു മൂലയിൽ കടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാളെടുക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. അങ്ങനത്തെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. സമാധാനം നൽകണം അല്ലാഹ്, സന്തോഷം നൽകണം റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഭർത്താക്കന്മാരും ഞങ്ങളെ മക്കളൊക്കെ മരിച്ചു പോയിട്ട് ഖബർ വിശാലമാക്കണമല്ല, ഖബർ വിശാലമാക്കണമല്ല. അല്ലാഹ് ഞങ്ങൾ ഒരുപാട് യതീം മക്കളെ സഹായിക്കുന്നവരാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് അതിന്റെ റസൂലുള്ളാഹിന്റെ തണൽ ഞങ്ങൾക്ക് നൽകണമല്ല. യതീം മക്കളെ സഹായിക്കുന്നവർക്ക് ധാരാളം സമ്പത്ത് നൽകണമേ, ധാരാളം സമ്പത്ത് നൽകണമല്ല. ഉംറ സംഘത്തിനെ വിജയിപ്പിക്കണമല്ല. അല്ലാഹുവേ ഉംറ സംഘത്തെ നാളെ ഖൈറിന്റെ കിതാബിലൂടെ പേര് എഴുതി വെക്കണമല്ല. ഇവിടെ ഒരുമിച്ച് കൂടെ പേരിനെ എഴുതി വെക്കണേ അല്ലാഹ്. ഞങ്ങളെ കൂടെ ഇതിന്റെ മുമ്പ് ഒരുപാട് പേര് ഉംറ ചെയ്തിട്ടുണ്ട്. അവർ ഉംറയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരെ പേര് നീ ഖൈറിന്റെ കിതാബിൽ എഴുതി വെക്കണമല്ല. വന്നവർക്ക് ഇനി വരാനുള്ള ഭാഗ്യം നൽകണം. മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ തങ്ങൾക്ക് ദ്വാരിക്കണട്ടെ റബ്ബേ. ഈ കൂട്ടത്തിൽ ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട്. സ്വാലിഹായ മക്കളെ കൊടുക്കണം, സ്വാലിഹായ മക്കളെ കൊടുക്കണം. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളെ ഖബറിന്റെ അടുത്ത് വന്ന് ദ്വാരിക്കാനുള്ള മക്കള് നിങ്ങൾക്ക് നൽകണമല്ല. അന്ന് മക്കളെ നന്നാക്കണം, സമാധാനം നൽകണം.
ഞങ്ങൾക്ക് കിബർ തരല്ല റബ്ബേ, ഹസദ് തരല്ല റബ്ബേ, അസൂയ തരല്ല റബ്ബേ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ നൂറെ ഹബീബിന്റെ മുത്തുമണികൾ ദുനിയാവിലും ആഖിറത്തിലും അവർ പരാജയപ്പെടുത്തല്ല റബ്ബേ. സ്വർഗ്ഗം വാജിബാക്കണേ അല്ലാഹ്, സ്വർഗ്ഗം വാജിബാക്കണേ റബ്ബേ, സ്വർഗ്ഗം വാജിബാക്കണേ റബ്ബേ. നരകം ഹറാമാക്കണേ അല്ലാഹ്, നരകം ഹറാമാക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ തണൽ നൽകണേ റബ്ബേ, റസൂലുള്ളാഹിന്റെ തണൽ നൽകണേ അല്ലാഹ്. ഇവിടെ വന്നവർക്ക് ഒരുപാട് മുറാദുണ്ട്, നീ ഹാസിലാക്കി കൊടുക്കണല്ല. ധാരാളം സമ്പത്ത് നൽകണല്ല, ധാരാളം സമ്പത്ത് നൽകണല്ല. എല്ലാവരും ഉംറയും നീ സ്വീകരിക്കണല്ല. അല്ലാഹുവേ തവാഫ് ചെയ്യാനുള്ള ആഫിയത്ത് നൽകണല്ല, തവാഫ് ചെയ്യാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാഹ്. സഅയ ചെയ്യാനുള്ള ആഫിയത്ത് നൽകണല്ല. അല്ലാഹ് ഞങ്ങൾക്ക് ഈ മജ്‌ലിസ് തുടങ്ങിയ അന്ന് മുതൽ 6 കൊല്ലം മുമ്പാണ് സലാത്തുൽ ഫാത്തിഹ നൂറെ ഹബീബിന്റെ മജ്‌ലിസ് തുടങ്ങി. അന്ന് മുതൽ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്. സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണം, സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണല്ല. ഞങ്ങളെ കാണുമ്പോ ഒരു പൈസ തരാറുണ്ട്, ദ്വാരിക്കടേ തങ്ങളെ എന്ന് പറഞ്ഞു. ഇല്ലാത്തവരൊക്കെ ഞങ്ങൾക്ക് തരാറുണ്ട്. ധാരാളം സമ്പത്ത് നൽകണേ അല്ലാഹ്, ധാരാളം സമ്പത്ത് നൽകണല്ലോ. യതീമക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണല്ലോ, യതീമക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണല്ലോ. അല്ലാഹു ഒരു പരീക്ഷ ഞങ്ങൾക്ക് തരല്ല റബ്ബേ, തന്ന പരീക്ഷത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകണല്ലോ. ഇനി ഇതുപോലെ ഇവിടെ ഉംറക്ക് കൊണ്ടുവരാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നൽകണല്ലോ. ഞങ്ങൾ അമീറന്മാർക്ക് നൽകി റബ്ബേ, ഞങ്ങൾ അമീറന്മാർക്ക് നൽകണല്ലോ. അല്ലാഹ് ഞങ്ങളെ മക്കളൊരു ചതിയിൽ നീ പെടുത്തല്ല റബ്ബേ. ഒരുപാട് പേര് ജയിലിലാണ്, മോചനം നൽകണല്ലോ. ഒരുപാട് പേര് ജയിലിലാണ്, മോചനം നൽകണല്ലോ. ആകവേ ഞങ്ങൾക്ക് സ്വർഗം തന്ന് സന്തോഷിപ്പിക്കണല്ല, റാഹത്ത് നൽകണല്ല, ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ് എല്ലാവരിലും സന്തോഷ സമാധാനം നൽകണേ അല്ലാഹ്. പരീക്ഷണങ്ങൾ തരല്ല റബ്ബേ, പരീക്ഷണങ്ങൾ തരല്ല റബ്ബേ. ഒരാളെയും കുറ്റം പറയേണ്ട ഖൽബ് ഞങ്ങൾക്ക് തരല്ല റബ്ബേ. യേശുവിനെ പറയാനുള്ള മനസ്സ് തരല്ല റബ്ബേ. ഫസാദ് പറയേണ്ട ഖൽബ് തരല്ല അല്ലാഹ്. ഞങ്ങൾ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണമല്ല, ഞങ്ങളെ മാതാപിതാക്കൾക്ക് സ്വർഗം നൽകണമല്ല. ഞങ്ങളെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഞങ്ങളെ മക്കൾക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി പരമുംറ ചെയ്യുന്നുണ്ട് റബ്ബേ. അത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരെങ്കിലും എന്തെങ്കിലും മേധാവ് ഖബറിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ദുആന്റെ ബറക്കത്ത് കൊണ്ട് ഇവർ ചെയ്യുന്ന ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഏതാവുമായി സ്വർഗം നൽകണമല്ല, സ്വർഗം നൽകണേ അല്ലാഹ്. ദുനിയാവിന്റെ ചതിക്കുള്ളിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് പേര് ആമീ പറയുന്നുണ്ട് റബ്ബേ, അവിടെ ആമീ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് പേര് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എത്ര വയ്യെങ്കിലും സ്വലാത്തുൽ ഫാത്തിഹ ഞങ്ങളെ കൂടെ ഇരുന്ന് ചൊല്ലുന്നവരാണ്. ആഫിയത്ത് നൽകണല്ലോ, ആരോഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ പെട്ടപ്പയും രോഗികളാണ്, ട്യൂമറുള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, തലയിൽ മുളയുള്ളവരുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണിന് തിമിരം വന്നവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, ചെവി പൊട്ടിയൊലിക്കുന്നവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, മൂക്ക് ദശയുള്ളവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, വായിൽ പുണ്ണുള്ളവരുണ്ട്, വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, സംസാരം നിലച്ചു പോയവരുണ്ട്, തൊണ്ടയിൽ മുളയുള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, ചോള് വേദനിക്കുന്നവരുണ്ട്, നെഞ്ചു വേദനിക്കുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ശ്വാസം മുട്ടുള്ളവരുണ്ട്, നെഞ്ചിന് മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, ബ്ലോക്ക് വന്നവരുണ്ട്, വയറ് വേദനിക്കുന്നവരുണ്ട്, വയറിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കിഡ്നി ചുരുങ്ങിയ അസുഖമുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, കിഡ്നിയിൽ മറ്റു രോഗങ്ങളുള്ളവരുണ്ട്, ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ഗർഭപാത്രം താന്നു പോകുന്നവരുണ്ട്, ഗർഭപാത്രത്തിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ രക്തം കട്ടപിടിക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട്, പൈൽസിന്റെ രോഗങ്ങളുള്ളവരുണ്ട്, സുബ്ഹാനല്ലാഹ് മുട്ട വേദനിക്കുന്നവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, അപസ്മാരമുള്ളവരുണ്ട്, മാനസിക രോഗങ്ങളുള്ളവരുണ്ട്, കൊല്ലപ്പാടിന്റെ അസുഖമുള്ളവരുണ്ട്. ഞങ്ങളെ കൂട്ടത്തിലൊരു പൊന്നുമോളുണ്ട്. ഒരുപാട് വെള്ളപ്പാണ്ട് വന്നിട്ടൊരു പൊന്നുമോള്, ആ പൊന്നുമോള് രോഗി ശിഫ നൽകണമല്ലോ.
ഈ രോഗം വന്ന് കല്യാണം കഴിക്കാത്ത ഇത്രയും മക്കളുണ്ട് റബ്ബേ. ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ, പരീക്ഷിക്കല്ല റബ്ബേ. എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കണല്ല. എല്ലാവർക്കും സന്തോഷം നൽകണല്ല. ഞങ്ങളെ മക്കളെ പഠിപ്പിൽ ബറക്കത്ത് നൽകണല്ല. ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണല്ല. ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരികളെ കൊടുക്കണല്ല. പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ടുപോയവരുണ്ട് റബ്ബേ, ഞങ്ങളെ കാക്കണല്ല. ഞങ്ങളെ മക്കളെ കാക്കണല്ല. അഞ്ചു മക്കളെ വലിച്ചെറിഞ്ഞ് മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോകുന്നവരുണ്ട്. അങ്ങനത്തെ തൽവത്തരല്ല റബ്ബേ. ആകവേ ഞങ്ങളെ കൊണ്ട് 2 കാലിന് സ്വാധീനമില്ലാത്ത ഷിഹാബ് എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരൻ ഉംറ ചെയ്തിട്ടുണ്ട്. അവന്റെ ഉംറയുടെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങൾ ഉംറ സ്വീകരിക്കണല്ല. ആകവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണല്ല. ഞങ്ങൾ ഉസ്താദുമാർക്ക് ആഫിയത്ത് നൽകണല്ല, ആരോഗ്യം നൽകണയല്ല. 100 ചില്ലാണ് കൂടെ പറപ്പിങ്ങൾ ഞങ്ങളെ കൂടെ ഉംറ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉംറയും നീ സ്വീകരിക്കണയല്ല, റാഹത്ത് നൽകണല്ല, ആഫിയത്ത് നൽകണല്ല. ഈ ഉംറ ഞങ്ങൾ അവസാനത്തെ ഉംറയാക്കല്ല അല്ലാ. അല്ലാഹുവേ ഇവിടെ വെച്ച് ദുആ ചെയ്ത് ദുആ സ്വീകരിക്കണയല്ല. ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണല്ല. ഒരു തെറ്റ് ചെയ്യുന്ന ഖൽബ് തരല്ല റബ്ബേ. ചെയ്ത തെറ്റുകൾ പുറത്തു കൊണ്ട് റബ്ബേ, ചെയ്ത തെറ്റുകൾ പുറത്തു കൊണ്ട് തമ്പുരാനെ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണല്ല. ഞങ്ങളെ നൂറെ ഹബീബിന്റെ മജ്‌ലിസിനെ ഉന്നതങ്ങളിൽ എത്തിക്കണല്ല. ഞങ്ങളെ മജ്‌ലിസിന് ഉന്നതങ്ങളിൽ എത്തിക്കണയല്ല. ഞങ്ങളെ മജ്‌ലിസിന് ഉന്നതങ്ങളിൽ എത്തിക്കണയല്ല. റാഹത്ത് നൽകണയല്ല, റാഹത്ത് നൽകണയല്ല. കടങ്ങളെ വീട്ടിക്കൊണ്ട് റബ്ബേ, കടക്കാരനായി മരിപ്പിക്കല്ല അല്ല. കടങ്ങളെ വീട്ടിക്കൊണ്ടല്ല, ഞങ്ങളെ മുറാദ് ഹസനാക്കിക്കൊണ്ടല്ല. ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ വിജയം നൽകണല്ല. ഒരുപാട് പേര് പ്രവാസികളാണല്ല. എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണല്ല. ഞങ്ങൾ ഇങ്ങോട്ട് ഉംറയ്ക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞങ്ങളെ മക്കളാണ് ഞങ്ങൾക്ക് പൈസ തന്നത്. ഞങ്ങളെ ഭർത്താക്കന്മാരാണ് ഞങ്ങൾക്ക് പൈസ തന്നത്. ഞങ്ങളെ പേര് മക്കളാണ് ഞങ്ങൾക്ക് പൈസ തന്നത്. അവർ ഉദ്ദേശങ്ങൾ മുറാദിനെ അശ്രഹി കൊടുക്കണേ അല്ല. ഞങ്ങൾ ഉംറ അവർക്ക് നീ സ്വീകരിക്കുന്നത് ഉംറയാക്കണേ അല്ല. അല്ലാഹുവേ സ്വർണം വിറ്റ് സ്ഥലം വിറ്റിട്ടൊക്കെ വന്നവരുണ്ട്. ധാരാളം സമ്പത്ത് നൽകണേ അല്ല, ധാരാളം സമ്പത്ത് നൽകണേ അല്ല. ഒരുമിച്ച് നീ സ്വീകരിക്കണേ അല്ല. നീ സ്വീകരിക്കണേ അല്ല. ഒരുപാട് കാലം ജീവിക്കാൻ ആഫിയത്ത് നൽകണേ അല്ല, ആരോഗ്യം നൽകണേ അല്ല. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله 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 ونعم الوكيل ونعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين. يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا حبيب الله. ഓഫാക്കാണ്. ഇനി ഇൻഷാല്ല വൈകുന്നേരം ലൈവിൽ കാണാൻ. നാളെ ഇൻഷാല്ല ഈ 100 ചില്ലാൻ ആളുകൾ ഞാൻ പറയാം ഞാൻ ഉംറ ചെയ്യുന്നില്ല. ഇവരുടെ കൂടെ